അപ്പോൾ ഞാൻ പറയുന്നത് ഈ കടുവയുടെ സ്വഭാവവും എങ്ങനെയാണ് ഈ ഇത് വന്നതെന്നുള്ള, വയനാട്ടിൽ വന്നതെന്നുള്ള, എങ്ങനെ ഈ അറ്റാക്കിൻ്റെ ഇത് കൂടിയെന്നുള്ള. അപ്പോൾ ആദ്യത്തെ കേസിലൊക്കെ നമ്മൾ 2007 ഞാൻ എൻ്റെ ഉപരിപഠനമൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. രണ്ടാമത് ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. ഫോറസ്റ്റ് തന്നെ അസിസ്റ്റൻറ്റ് ഫോറസ്റ്റ് വെറ്ററി ഓഫീസറായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ അന്നൊക്കെ നമുക്ക് കിട്ടുക വർഷത്തിലൊരു പോസ്റ്റ്മോർട്ടം ആണ് നമുക്ക് കിട്ടുക. അതിന് നമുക്കൊരു വലിയൊരു അത്ഭുതവും നമ്മൾ പിന്നെ വളരെ എന്താ പറയുക വിശദമായിട്ട് പഠിക്കുകയും ചെയ്യുകയും ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇപ്പോൾ ഈ വർഷം തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നത് 8 കടുവയുടെയാണ്. ഈ വർഷം തന്നെ, ഈ ഒറ്റ വർഷം 8 കടുവ വയനാട് നിന്ന് മാത്രം പോസ്റ്റ്മോർട്ടം വന്ന്. അപ്പം അതിങ്ങനെ കൂടി വരുന്നത് നമുക്കൊരു വളരെ കൃത്യമായിട്ട് കടുവയുടെ എണ്ണം കൂടുന്നുണ്ടെന്നുള്ളത് കൂടുകയായിരുന്നു ആ സമയത്ത്. അതിനനുസരിച്ച് സംഘർഷങ്ങളും കൂടി വന്നു. ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, കടുവയ്ക്ക് ഒരു ഇതുണ്ട്, ടെറിറ്ററി എന്ന് പറയാം. ടെറിറ്ററി എന്ന് പറഞ്ഞാൽ അത് സ്ഥാപിച്ചെടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് പ്രധാനമായിട്ടും ഇത് ചെയ്യുന്നത്, അത് തീരുമാനിക്കപ്പെടുന്നത് അവിടെയുള്ള അതിൻ്റെ ഇരകളുടെ, അതായത് പ്രേ എന്ന് പറയുന്നത് നമ്മൾ ഇരകളുടെ അവൈലബിലിറ്റി അത് എത്ര ഉണ്ട് അവിടെ നോക്കിയിട്ട്. കാരണം അതിൻ്റെ ഭക്ഷണം അത് സൂക്ഷിക്കുക ചെയ്യാം. ഇത് പലപ്പോഴും ഇല്ലാണ്ടാവുന്നത് ഇതിൻ്റെ പ്രജനനകാലത്താണ്. ബ്രീഡിങ് സീസൺ എന്ന് പറയും, പ്രജനനകാലത്താണ്. ഈ സമയത്ത് എല്ലാ കടുവകളും അപ്പം മെയ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇതുങ്ങളെല്ലാം ഇതിൻ്റെ ഹോം റേഞ്ച് ഇല്ലെങ്കിൽ ടെറിട്ടറി കൂട്ടും. ആൺകടുവകൾ ഇതെല്ലാം മാർക്ക് ചെയ്താൽ വെക്കുക കൃത്യമായിട്ട്. മൂത്രം കൊണ്ട് മാർക്ക് ചെയ്തിട്ടാണ് വെക്കുക, ഇല്ലെങ്കിൽ മാന്തും. ഇത് ക്ലോ മാർക്ക് എന്ന് പറയും. അങ്ങനെയാണ് ഇതിൻ്റെ ടെറിട്ടറി മാർക്ക് ചെയ്ത് വെക്കുന്നത്. നമുക്ക് കണ്ടാലറിയാം. അപ്പോൾ അവിടെ ഏറ്റവും പ്രബലനായ കടുവയായിരിക്കും അവിടെ നിൽക്കുക. ഇവർ തമ്മിൽ പലപ്പോഴും സംഘർഷം ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രജനന കാലങ്ങളിൽ ഇവർ സംഘർഷം ഉണ്ടാവും, മുറിവ് പറ്റും. പലപ്പോഴും ചെയ്യുക കൈ കടിച്ച് പൊട്ടിക്കുക എന്നുള്ള നല്ല യുദ്ധമായിരിക്കും. കൈ കടിച്ച് പൊട്ടിക്കും. ഈ കടുവകൾ എന്താ ചെയ്യുന്നു പറഞ്ഞാൽ പിന്നെ അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവിടേക്ക് നിൽക്കാൻ പറ്റില്ല. മറ്റേ കടുവ അപ്പോഴത്തേക്ക് വന്ന് കയറിയിട്ടുണ്ടാവും. ഈ കടുവകൾ പലപ്പോഴും ചെയ്യാന്ന് പറഞ്ഞാൽ ഇവർ പുറത്തേക്ക് പോകുക എന്നുള്ളതാണ്. അതായത് കാടിൻ്റെ പുറത്തേക്ക് പോയിട്ട് ഇര പിടിക്കുക എന്നുള്ളതാണ്. ഇര പിടിക്കല്ല, പശുവിനെ പിടിക്കുക എന്നുള്ളതാണ് ചെയ്യുക. അത് വയനാട് സംബന്ധിച്ച് ഇങ്ങനത്തെ ഗ്രൂപ്പ്, പ്രധാനമായിട്ടുള്ള ഇങ്ങനത്തെ ഗ്രൂപ്പ് ആദ്യം ചെയ്യാം. ഒരു കാടിൻ്റെ അതിർത്തികൾ വന്ന് നിൽക്കും. എന്നിട്ട് കെട്ടിയിട്ട പശുക്കളെ രാത്രി, അതായത് സ്റ്റോൾ ഫെഡ് എന്നാണ് നമ്മൾ പറയുക. അതായത് കെട്ടിയിട്ട് നമ്മൾ ആലയിൽ ഇല്ലേ, അതിനകത്ത് കെട്ടിയിട്ട പശുക്കളെയാണ് ആക്രമിക്കുക. ആലോചിക്കണം, കാടിനകത്ത് തന്നെ 10,000 പശുക്കൾ മറ്റേ നമ്മളെ ആദിവാസികൾ വളർത്തുന്നുണ്ട്. അതിനൊന്നും തൊടില്ല. കാരണം അത്ര പോലും ഇതിന് വയ്യ. വന്നിട്ട് അതിനെ പിടിക്കുകയാണ് ചെയ്യുക. പിടിച്ച് കൊണ്ടുപോകും, കഴിക്കും, തിരിച്ചു പോരും, ചിലപ്പം വീണ്ടും വരും. ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. വേറൊരു ഗ്രൂപ്പുണ്ട്, ഇതിനെ നമ്മൾ പറയാം ഫ്ലോട്ടർ എന്ന് പറയാം. ഫ്ലോട്ടർ എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, ഒരു കടുവ കുഞ്ഞുണ്ടായിട്ട് 2 വയസ്സാകുമ്പം തള്ള ഇതിനെ മാറ്റും. കാരണം എന്ന് പറഞ്ഞാൽ വലുതായി പറഞ്ഞ് പൊക്കോളം പറയും. അത് പോയിട്ട് അത് അടുത്ത് കയറുന്ന എവിടെയായിരിക്കും? അടുത്ത വലിയ ഉള്ള കടുവയുടെ ടെറിട്ടറിയിലാണ്, അതിൻ്റെ ആവാസ വ്യവസ്ഥയിലാണ്. അവിടെ എന്താ സംഭവിക്കുക? മിക്ക സമയവും ഇതിനെ കൊല്ലുകയും ചെയ്യും, കഴിക്കുകയും ചെയ്യും. ഒരു 10-50% കടുവ കുഞ്ഞുങ്ങളെ അങ്ങനെയാണ് പോവുക. ബാക്കിയുള്ള സമയത്ത് ഇയാളിങ്ങനെ തിരഞ്ഞ് നടക്കുമ്പം ആണ് നടക്കുക. അപ്പം വളരെ പ്രശ്നമാണ്. ഇതിങ്ങനെ സ്നീക്കിത് ഒളിച്ചു പാത്ത് പോവുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ വലിയ കടുവകളാണ് നിൽക്കുന്നത്. ഇവരെ കണ്ടു കഴിഞ്ഞാൽ തീർന്നു. അങ്ങനെ ഇയാൾ പോയി എത്തുമ്പം വയനാടിനെ സംബന്ധിച്ച് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കാർഷിക വിളയുടെയൊക്കെ വില കുറഞ്ഞതിനനുസരിച്ചിട്ട് ഒരുപാട് എസ്റ്റേറ്റുകൾ ഒഴിവാക്കിയിട്ടിരിക്കുക. നമ്മൾ ആ ഒഴിവാക്കിയിട്ട എസ്റ്റേറ്റുകളെല്ലാം കാട് വളരുക ചെയ്യാം. അവിടെ ശരിക്കൊരു ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് കയറുക. അവിടെ ചെറിയ മൃഗങ്ങളൊക്കെ ഉണ്ട്, ചെറിയ മാനൊക്കെ ഉണ്ട്, കൂരമാനൊക്കെ ഉണ്ട്. അപ്പം ഈ 2 വയസ്സുള്ള ഈ കടുവക്കുട്ടി എന്ന് പറയാൻ നമുക്ക് പറ്റില്ല, ചെറുപ്പക്കാരനായി. ഇയാൾ അവിടെ കയറിയിട്ട് ആദ്യം ചെയ്യുക ഇതുപോലത്തെ ചെറിയ മാനൊക്കെ ഉണ്ടാവും, അതിനൊക്കെ പിടിച്ച് അവിടെ അവൻ്റെ ഒരു ടെറിട്ടറി ആക്കി. ടെറിട്ടറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയോട് മാറ്റുക ചെയ്യുക. ഇതിനിടയ്ക്കായിരിക്കും തൊട്ടടുത്തായിരിക്കും ഗ്രാമങ്ങൾ ഉണ്ടാവുക. കാരണം എസ്റ്റേറ്റിനടുത്ത് ഗ്രാമങ്ങൾ ഉണ്ടാവുമല്ലോ. പലപ്പോഴും അവിടെ പശുക്കളെ വളർത്തുന്ന ആൾക്കാരുണ്ടാവും. ഇവരെന്ത് ഈ കാട്ടിലാണ് പശുക്കളെ കെട്ടുകയും ചെയ്യുക. അങ്ങനെ ഒരു സമയത്ത് ഇയാൾ പശുവിനെ പിടിക്കും. പശുവിനെ പിടിക്കുമ്പോൾ എന്തായി? വളരെ എളുപ്പമായ കെട്ടിയിട്ട പശുവാണ്, വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല, മാനെ പോലെ ഓടിക്കേണ്ട. പതിയെ ഇയാൾ ഈ സ്വഭാവം ആർജിക്കുക ചെയ്യാം. ഇതാണ് ഈ 2ാമത്തെ ഗ്രൂപ്പ്. 3ാമത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അസുഖം ബാധിച്ച കടുവകളുണ്ട്.
അസുഖം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ അസുഖം എന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തിലൊക്കെ ഉണ്ടാകുന്ന പല അണുബാധകളുണ്ട്, വരകളുണ്ട്. പാരഗോണിമസ് എന്നൊക്കെ പറഞ്ഞ ഒരു പരന്ന വരയുണ്ട്. അതിങ്ങനെ നമ്മൾ ഈ ബബിൾ പാക്കല്ലേ നമ്മൾ പൊട്ടിക്കുന്നത്, അതുപോലെ ശ്വാസകോശത്തിനകത്തുണ്ടാവും. ഇത് വന്നു കഴിഞ്ഞാൽ, ഈ രോഗം വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസകോശത്തിൻ്റെ കഴിവ് വളരെ വളരെ കുറയും. ലങ്സ് കപ്പാസിറ്റി വളരെ കുറയും. ഈ ലങ്സ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കടുവയ്ക്ക് ഓടിച്ച് പിടിക്കാൻ പറ്റും. ആലോചിക്കുക, ഒരു കടുവയുടെ ഏകദേശം ഇത് പറയാമെന്ന് പറഞ്ഞാൽ ഒരു 20 പ്രാവശ്യം ശ്രമിച്ചാൽ മാത്രമേ അതിന് ഒരു ഇരയെ പിടിക്കാൻ കിട്ടുള്ളൂ, അതിൻ്റെ പ്രിയപ്പെട്ട ഒരു ഇരയെ പിടിക്കാൻ വേണ്ടി കിട്ടുള്ളൂ എന്നാണ് കണക്ക്. 20 പ്രാവശ്യം പോയിട്ട് ഇതിന് ഒരു പ്രാവശ്യം പോലും ഇതിന് പിടിക്കാൻ പറ്റില്ല. അപ്പം ഈ ഇത്തരം കടുവകൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഇവർ പ്രധാനമായിട്ടും ഈ കെട്ടിയിട്ട പശുക്കളെയാണ് നോട്ടിടുക. ഇതിൽ പ്രശ്നം ഇതല്ല, ഞാൻ പറഞ്ഞ ഈ ഹാബിച്വേറ്റഡ് കോൺഫ്ലിക്റ്റ് ആനിമൽ എന്ന് പറഞ്ഞാൽ, അതായത് ഈ മുറിവ് പറ്റി മറ്റേ സംഘർഷത്തിലൂടെ അന്യോന്യം അടിച്ച് മുറിവ് പറ്റി വരുന്ന കടുവകൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു പ്രധാന ഏരിയയിലാണ് അവിടെ ഫോക്കസ് ചെയ്യുക. പിടിക്കുന്നത് നമുക്ക് വളരെ എളുപ്പമാണ്. നമ്മൾ ആ പിടിച്ച പശുവിനെ നമ്മൾ ഒരു ട്രാപ്പ് കേജ് എന്ന് പറയും. അതായത് ഒരു കെണി ഉണ്ട്, വലിയൊരു കൂടാണ്. അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ക്വാർട്ടേഴ്സിൽ എത്തുമ്പോൾ വിളി വരും, വീണ്ടും അത് കയറിയിട്ടുണ്ട്, പിടിച്ചു എന്നുള്ളത്. ഞാൻ പറഞ്ഞ ഈ മൂന്നാമത്തെ ഗ്രൂപ്പ് ഇവർ ഞാൻ പറഞ്ഞ ഈ അസുഖമാണ്. അതുകൊണ്ട് തന്നെ വളരെ പേടിയിലാണ്. പലപ്പോഴും ഈ ഒളിച്ചും പാത്തും നടക്കുക, നമ്മൾ സ്നീക്കിങ്, ഒളിച്ചും പാത്തും നടക്കുന്നത്. പലപ്പോഴും അതിനൊന്നും ചെയ്യാൻ പറ്റും നമുക്ക്. മയക്കൊടി വെക്കാനും മാത്രമല്ല, ഒരു സ്ഥലത്ത് നിൽക്കത്തില്ല. ഇന്നിവിടെ നിന്ന് കഴിഞ്ഞാൽ അടുത്ത ദിവസം വേറെ സ്ഥലത്ത് നിൽക്കും. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യാം. അത്തരം കടുവകളെ നമുക്ക് മയക്കൊടി വെക്കാനില്ലാണ്ട് നമുക്ക് പറ്റില്ല. വളരെ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും നമ്മളറിയില്ല, നമ്മളെ തൊട്ട് താഴെ ഇത് നിൽക്കുന്നുണ്ടാവും. ഒരിക്കലും അത് നമ്മളെ ആക്രമിക്കാൻ വരില്ല. ഒളിച്ചു പാത്ത് അങ്ങ് പോവുക ചെയ്യാം. വളരെ ബുദ്ധിമുട്ട്. കൂട്ടിക്കയറില്ല, അങ്ങ് മാത്രമല്ല ഒരു സ്ഥലത്ത് നിൽക്കില്ല, അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരിത്. നാലാമത്തെ ഒരു കണ്ടീഷനുണ്ട്, അതാണ് നമുക്ക് ഏറ്റവും പ്രശ്നമുള്ള. അതിനാണ് നമ്മൾ മാനീറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ മനുഷ്യനെ പിടിക്കുന്ന കടുവകൾ. ഈ കടുവകൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും മനുഷ്യനെ മാത്രമേ പിടിക്കുള്ളൂ. ഓക്കെ. അപ്പം ഈ കടുവകളുടെ പ്രധാന സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികവും നാട്ടുമ്പുറത്താണ്, അതിനടുത്തൂടെയാണ് ഇത് പോവുക. ഇത് ചെയ്യുക എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെ സ്റ്റോക്ക് ചെയ്യാമെന്നാണ് പറയുക. അതായത് കൃത്യമായിട്ട് അതിന് ഉന്നം വെച്ച് പതുങ്ങി അത് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നിങ്ങളെ നോക്കി നിങ്ങളെ കിട്ടിയ സമയത്ത് അത് നിങ്ങളെ കൊന്നിരിക്കും. ഒരു 6ഓളം കേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ അത്ഭുതകരമായ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ചില കടുവകൾ ഞാൻ പറഞ്ഞില്ലേ ഈ ചില സാഹചര്യങ്ങളിൽ ചെയ്യുന്നുണ്ട്. ഒരു 2 കേസ് നമുക്കുണ്ടായിരുന്നു. ഒന്ന്, ഒരാൾ നമ്മളെ പ്രാഥമിക ആവശ്യം നിർവഹിക്കുകയായിരുന്നു. കാട്ടിനകത്താണ്, ഒരു ആദിവാസിയാണ്. ഇത് കുറിച്യാട് എന്ന് പറഞ്ഞ റേഞ്ചിനടുത്താണ്. കുറിച്യാട് റേഞ്ച് വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ, സുൽത്താൻ ബത്തേരി അടുത്ത് കുറച്ച് ഇതായിട്ട് വയനാട് വൈൽഡ് ലൈഫ് കുറിച്യാട് റേഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കോളനിയാണ്. കോളനിയുടെ ഇപ്പുറത്താണ് അയാൾ ഇരുന്നത്. അയാൾ ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് കടുവ പിടിച്ചു, കൊന്നു, കുറേ കഴിക്കുകയും ചെയ്തു. അപ്പം നമ്മൾ നോക്കുന്ന സമയത്താണ് ഇയാൾ ഇരുന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇരുന്ന് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പിക്നിക് കഥ പറഞ്ഞ പോലെ, ഇരുന്ന് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു ഇരയായിട്ട് അത് പെട്ടെന്ന് കാണുന്ന ശേഷം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേക്ക് യു ബിഗർ അല്ല, നിങ്ങൾ ചെറുതായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് വളരെ നിങ്ങൾ പെട്ടെന്ന് പിടിക്കപ്പെടും. അന്ന് ഞങ്ങൾ ക്യാമറ ട്രാപ്പെല്ലാം വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കടുവയെ അറേഞ്ച് ചെയ്യാം. ഇതേപോലെ വേറൊരാൾ കുരുമുളക് പറിക്കാൻ വേണ്ടിയിട്ട്, കാട്ടിനകത്ത് കുറച്ച് കുരുമുളകുണ്ട്. പഴയ ഒരു കുരുമുളക് തോട്ടം ഉണ്ടായിരുന്നു ആദിവാസികൾക്ക് വേണ്ടിയിട്ട്, അതിപ്പോൾ ഇല്ല. പക്ഷേ കുറേ കുരുമുളക് വള്ളികളുണ്ട്. അപ്പോൾ പലപ്പോഴും ഇവർ പോയിട്ട് ഈ കുരുമുളകുള്ള സമയത്ത് ഇത് കളക്ട് ചെയ്യും. ഇയാളൊരു ഏണി വെച്ചിട്ട് കയറി കുരുമുളക് പറിക്കുകയായിരുന്നു. പറിച്ചു നിൽക്കുന്ന സമയത്താണ് ഒരു കടുവ വന്നു, ഇയാളെ കയറി പിടിച്ചു. ആലോചിക്കുക, ഒരു മരത്തിന് മുകളിൽ ഒരു മനുഷ്യൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു സ്വാഭാവികമല്ല. ഓക്കെ, പലപ്പോഴും കുരങ്ങന്മാരൊക്കെ അല്ലേ നിൽക്കുക. കയറി പിടിച്ചു, കഴിച്ചു. ഈ 2 കടുവകൾക്കും ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ID ഉണ്ടായിരുന്നു. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയും. നമ്മൾ ക്യാമറ ട്രാപ്പിൽ ഇതിൻ്റെ ഫോട്ടോ കിട്ടും. കടുവയുടെ നമ്മൾ എന്താ പറയുക, നമ്മളെ തമ്മാർക്ക്, അതായത് ഇതുപോലെയാണ് കടുവയുടെ ശരീരത്തിലെ വരകൾ. ഓരോ കടുവയ്ക്കും വളരെ കൃത്യമായിട്ട് ഒരു വരകളുള്ള പോലെ തന്നെ ഈ വരകളുടെ രൂപങ്ങളുള്ള പോലെ തന്നെ വേറെ കടുവയ്ക്ക് ഉണ്ടാവില്ല. കൃത്യമായിട്ട് നമുക്ക് ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കടുവയെ തിരിച്ചറിയാൻ പറ്റും. അതിന് നമ്മളൊരു ID കൊടുക്കും, ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്, അതായത് അതിൻ്റെ ഒരു തിരിച്ചറിയൽ നമ്പർ കൊടുക്കും.
അങ്ങനെ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി WWS ഇത്ര നമ്പർ 34 35. അതൊരു വലിയ കാലങ്ങളായിട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ഇതാണ് സെൻസസിലും ചെയ്യുന്നത് നമ്മൾ, അതായത് കണക്കെടുക്കലും ചെയ്യുന്നത് ഇതാണ്. ഒരുപാട് സയൻസ് ഉണ്ട്, ക്യാപ്ചർ റീക്യാപ്ചർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ടെക്നിക്കുകളുണ്ട്. അങ്ങനെ ഇതെല്ലാം നമ്മൾ ചെറിയ ചെറിയ ഗ്രിഡാക്കി വെച്ചിട്ടാണ് ക്യാമറ ട്രാപ്പ് വെക്കുക. ക്യാമറ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാമറയാണ്, അതിൻ്റെ മുമ്പിൽ അതിനൊരു സെൻസറുണ്ട്. സെൻസർ എന്ന് പറഞ്ഞാൽ ഒരു ജീവനുള്ളൊരു ഇത് പോവുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് ഫോട്ടോ എടുക്കും. അങ്ങനെ 2 ക്യാമറകൾ വെക്കുക, ക്യാമറ ട്രാപ്പ് എന്നതിന് പറയാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ 2 വെച്ചു, കടുവ അതിന് നടുക്ക് പോവുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിന് നമ്മൾ തെർമൽ ക്യാമറയാണ്, അതായത് നമ്മളെ ശരീരത്തിൻ്റെ ചൂടനുസരിച്ചിട്ട് അത് തിരിച്ചറിഞ്ഞ് അത് ഫോട്ടോ എടുക്കുക ചെയ്യാം. ഈ ഫോട്ടോ എല്ലാം നമ്മൾ കമ്പയർ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു കണക്കുണ്ടാക്കിയിട്ട് ഇത്ര നമ്പർ കൊടുത്ത് അവിടെ അതിൻ്റെ ടെറിട്ടറി ഏതാണെന്ന് നമ്മൾ അറിയാം. അങ്ങനെയാണ് ഈ ടൈഗറിന് നമ്മൾ സെൻസസ് ചെയ്യുന്നത്, അതായത് കണക്കെടുപ്പ് നടത്തുന്നതും നമ്മൾ എത്ര കടുവയുണ്ടെന്ന് പറയുകയും ചെയ്യുന്നത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഈ നമ്പർ ഞങ്ങൾക്ക് ഈ 2 കടുവയുടെ മുകളിലുണ്ടായിരുന്നു. അപ്പം അതിൽ ഞങ്ങൾ നോക്കുമ്പം പിന്നെ അതിന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങൾ വെച്ചു, അവിടെ കൂടുതൽ ക്യാമറ ട്രാപ്പ് വെച്ചു, ഞങ്ങൾക്കതിന് കിട്ടി. അത് പിന്നെ ഒരിക്കലും അത് വേറെ ആളെ കൊന്ന് ചരിത്രം ഉണ്ടായിട്ടില്ല. അതേപോലെ ചില കേസുകളിൽ ഇത് മാനീറ്ററാണ്, അതായത് മനുഷ്യനെ പിടിക്കുന്ന കടുവയാണ്. മധ്യപ്രദേശ്, ആൻഡമാൻ, ലക്നൗ, ബറോഡ, നാഷിക്, ഡൽഹി, ആഗ്ര, ഗോളിയോർ. സഞ്ചാരം പെൻഡ്രൈവ് വോള്യം നമ്പർ 22. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഒരു സംഭവം നടന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജനുവരിയിലാണ്. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. വയനാട് സാങ്ച്വറിക്കടുത്ത് ഒരു സ്ഥലത്ത് രാധ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, അവർ കാപ്പിക്കുരു പറിക്കുകയോ പുല്ല് പറിക്കുകയോ ചെയ്യായിരുന്നു. അപ്പോൾ കാടിൻ്റെ തൊട്ടടുത്താണ് ഇവരുടെ ഈ തോട്ടമുള്ളത്. ഒരൊറ്റയ്ക്കാണ് അവരിത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ചെയ്യുന്ന സമയത്ത് ഒരു കടുവ വന്നു, അവരെ ആക്രമിച്ചു, അവരെ കഴിച്ചു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് അറിവ് കിട്ടി. ഞങ്ങളെല്ലാം ഓടിപ്പാഞ്ഞു വന്നു, എല്ലാ സന്നാഹത്തോടും ഓടിപ്പാഞ്ഞു വന്നു. ഞാൻ കടുവയെ നോക്കി, കടുവയില്ല, അത് പോയി, നേരത്തെ പോയി. എനിക്കിതൊരു 9:30 മണിയോടെയാണ് സംഭവം തോന്നുന്നു. പെട്ടെന്ന് തന്നെ അവിടെ എത്തി. അപ്പോൾ ഞങ്ങൾ ഏരിയ കംപ്ലീറ്റ് പരിശോധിച്ചപ്പം ഈ കടുവ നിന്ന സ്ഥലം എനിക്ക് കിട്ടി. അപ്പം ഞാനവിടെ നോക്കുമ്പം കടുവയുടെ രോമമുണ്ട്, പല രീതിയിലുള്ള കാൽപ്പാടുകളുണ്ട്. അപ്പോൾ അത് കടുവ നിൽക്കുന്ന ഒരു രീതിയും പതുങ്ങുന്ന രീതിയും നമ്മൾ കാൽപ്പാടുകൾ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ കടുവ കൃത്യമായിട്ട് ഇവരെ നമ്മൾ സ്റ്റോക്ക് ചെയ്യാന്ന് പറയാം. സ്റ്റോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഉന്നം വെച്ച് നിൽക്കുമായിരുന്നു, പതുങ്ങി നിൽക്കുമായിരുന്നു. അപ്പം കുറച്ചൊരു പാനിക്കായി നമ്മൾ, കാരണം സാധാരണ ഒരു കടുവയുടെ സ്വഭാവമല്ല ഇത്. അപ്പം ഒരു ചെറിയ സംശയം, ഇത് ഒരു മനുഷ്യനെ കൊല്ലുന്ന കടുവയാണോ എന്നുള്ള സംശയം. മാനിറ്റർ എന്നാണ് നമ്മളതിന് പറയാം. അങ്ങനെ ആ ഏരിയ മൊത്തം ഞങ്ങൾ പരിശോധിച്ചു. കാപ്പിത്തോട്ടാണ്, കാടുണ്ട്, കാടിലേക്ക് നമ്മളൊരു ഗ്രൂപ്പ് പോയി. ഇത് ഞാൻ പറഞ്ഞ പോലെ ഈ ആരോ ഫോർമേഷനിൽ, അതായത് ഇതൊരു കുന്തമന പോലെ പോകുന്ന പോലെ നമ്മൾ ടീമുണ്ടാക്കി പോയി പരിശോധിച്ചപ്പോൾ ഒരു തെളിവുമില്ല, കിട്ടുന്നില്ല. ഒരു 3 മണിയായ സമയത്ത് പെട്ടെന്ന് വേറൊരു കോൾ വന്നു. ഒരു സ്ത്രീ, അവരെ വീട് ഇവിടെ കുറച്ച് വലിയ ദൂരമൊന്നുമില്ല, അവിടെ ഇങ്ങനെ അവർ തുണി ഉണക്കാനിടയായിരുന്നു. ഓക്കെ, അവർ വീട് വാതിൽ തുറന്നിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ടിൽ അയ കെട്ടി തുണി ഉണങ്ങാനിടയായിരുന്നു. ഇതിൻ്റെ മുകളിലാണ്, തിണ്ടിൻ്റെ മുകളിലാണ് റോഡുള്ളത്. പെട്ടെന്ന് അവർ നോക്കുമ്പോണ്ട് ഒരു കടുവ അവർ നേരെ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. അവർ പേടിച്ചു, അവർ കരഞ്ഞ അകത്തേക്ക് ഓടി വാതിലടച്ചു. ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നു. ഞങ്ങളവിടെ ഓടി പിടിച്ചെത്തി. ഇതേപോലെ നമ്മൾ നോക്കുന്ന സമയത്തുണ്ട് എനിക്ക് മനസ്സിലായി ഇത് പതുങ്ങിയതാണ്, സ്റ്റോക്കിംഗ് ആണ്. കൃത്യമായിട്ട് ഇത് പതുങ്ങി പിടിക്കാൻ വേണ്ടി വന്നതാണെന്ന് മനസ്സിലായി. കാരണം നമുക്കറിയാം, മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എന്താ പറയുക, ആക്സിഡൻ്റായിട്ട് നമുക്ക് നടക്കുന്ന പോലെ കൂട്ടിമുട്ടുന്നതല്ല. ഇത് കൃത്യമായിട്ട് നമ്മളതിനെ വാക്കനെ ഉപയോഗിക്കുന്നത് സ്റ്റോക്കിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ഉന്നം വെച്ച് പതുങ്ങി നിന്ന് നിങ്ങളുടെ മൂവ്മെൻറ്റ് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളെ ആക്രമിക്കുക. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് പേടി. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഉറപ്പാണ്, ഇത് ആരെയും കൊണ്ടേ ഇനി പോവുള്ളൂ എന്നുള്ളത് 101% ഉറപ്പായി. അപ്പോഴത്തേക്ക് വൈകുന്നേരം 6:30 ഞങ്ങൾ കോൾ ഓഫ് ചെയ്തു. നമ്മൾ പട്രോളിംഗ് ടീമിനെ വിട്ടു. നമ്മളെല്ലാം അവിടെ എല്ലാം ക്യാമറ വെച്ചു പട്രോളിംഗ് ടീമിനെ വിട്ടു. രാത്രി കംപ്ലീറ്റ് എല്ലാ റോഡുകളിലൂടെ പോകാനും ഇതിൻ്റെ പ്രസൻസ് അറിയാനും എല്ലാം ഇതുണ്ട്. അനൗൺസ്മെൻറ്റ് കൊടുത്തു, പബ്ലിക്കിന് അനൗൺസ്മെൻറ്റ് കൊടുത്തു.
ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങൾ ഫുൾ സന്നാഹമായിട്ട് ഫുൾ ടീമായിട്ട് ഇറങ്ങുകയാണ്. 10-30 പേരുള്ള ഒരു ടീമാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ കടുവയെ മയക്കൊഴിച്ച് പിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മളെ ശ്രമം. കൂട്ടിൽ കയറില്ല എന്നുള്ള കാര്യം നമുക്ക് 101% ഉറപ്പാണ്. കാരണം ഇതിങ്ങനെ നടക്കുകയാണ്, മനുഷ്യവാസ സ്ഥലങ്ങളിലൂടെ നടക്കുകയാണ്. ആരെ കിട്ടുന്നോ അയാൾ അടുത്ത് പിടിക്കുന്നുള്ളത് നമുക്ക് ഏകദേശം ഉറപ്പായി. അങ്ങനെ ഞങ്ങൾ ഇതിന് ഇപ്പോൾ ഈ പോകുന്ന നിങ്ങൾ ഇതിന് പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ എവിഡൻസാണ്. കാലിൻ്റെ പാദം ഉണ്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ കാൽപാദത്തിൻ്റെ നമ്മൾ അളവൊക്കെ എടുത്തു. പലപ്പോഴും കാൽപാദത്തിൻ്റെ അളവ് വളരെ യുണീക്കാണ്. അതൊക്കെ എടുത്തു. ക്യാമറ നോക്കുമ്പോൾ ക്യാമറയിലൊന്നും ഫോട്ടോസ് ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല. 10-15 ക്യാമറ വെച്ചിട്ടുണ്ട്, ഒന്നിലും കിട്ടിയിട്ടില്ല. പിറ്റേന്ന് പക്ഷേ രാവിലെ നമ്മൾ ടീം ഇറങ്ങി. എല്ലാം ഉണ്ട്, എല്ലാ ആയുധങ്ങളും ഉണ്ട്. തോക്കുണ്ട്, അതായത് സാധാരണ തോക്കുണ്ട്. നമ്മൾ പിന്നെ 12 ബോർ ഗൺ എന്ന് പറയും, അതായത് പെല്ലറ്റ്സ് തെറിക്കുന്ന ഗൺ തോക്കുണ്ട്, അങ്ങനത്തെ തോക്കുണ്ട്. ഷീൽഡ് ഉണ്ട്, എല്ലാ രീതിയിലും. മയക്കൊടി തോക്കുണ്ട്, ട്രാങ്കുലൈസിങ് ഗൺ ഉണ്ട്. എല്ലാം വളരെ പ്രിപ്പയർ ചെയ്തിട്ട് ആ വൺ ടീം പോവുകയാണ്. അങ്ങനെ കാട് നമ്മൾ ഇതിൻ്റെ എവിഡൻസ് നോക്കിയിട്ട്, അതായത് ഇത് പോയ വഴികളുണ്ടോ എന്ന് നോക്കി, അത് നോക്കി നമ്മൾ നടക്കുകയാണ്. അതേ സമയത്ത് തന്നെ നമ്മൾ പുതിയ ക്യാമറ വെക്കുന്നുണ്ട്. അങ്ങനെ നടന്നൊരു സ്ഥലത്തെത്തി, കുറച്ചുകൂടി ഉള്ളോട്ടെത്തിയ സ്ഥലത്തെത്തി. ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. കാരണം ഒരു 11 മണിയായിട്ടുണ്ടാവും. രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. ഇരുന്നു, ചായ കുടിച്ചു. എണീറ്റ പാടെ ഇതിലേറ്റവും പുറകെ നിന്ന ആളെ പെട്ടെന്ന് കയറി ആക്രമിച്ചു. അപ്പം ആ കുട്ടി ഭയങ്കര ബോൾഡായിട്ട്, വളരെ ധൈര്യമുള്ള കുട്ടി. ഷീൽഡ് വെച്ചു, ഷീൽഡ് തകർത്തു. അവിടെ ചെറിയൊരു മുറിവേ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് ഞങ്ങൾ മേലോട്ട് ഫയർ ചെയ്തു, തോക്ക് വെടിവെച്ചു, ഇട്ടിട്ട് ഓടി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇയാൾ ഞങ്ങളെ കൃത്യമായിട്ട് സ്റ്റോക്ക് ചെയ്യായിരുന്നു, ഉന്നം വെക്കുകയായിരുന്നു. ഞങ്ങൾ ഇരിക്കുന്നതൊക്കെ ഇയാൾ കാണുന്നുണ്ട്. ഇയാൾ കൃത്യമായ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ സമയം കിട്ടി, ഈ കുട്ടിയൊന്നും പുറകോട്ടായി ചാർജ് ചെയ്തു, അടിച്ചു. കാരണം അത് കൃത്യം മാനിറ്ററാണ്. അപ്പം ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല. പടപടാന്ന് പറഞ്ഞാൽ നമ്മൾ മേലോട്ട് വെടിവെക്കുക ചെയ്യുന്നത്. കടുവ ഇറങ്ങി ഓടി, ഞങ്ങളും പുറകെ ഓടി. എങ്ങനെ നോക്കിയിട്ടും കിട്ടുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മൾ ഡ്രോൺ ഉപയോഗിച്ച് നോക്കി. ഡ്രോണിലൊന്നും കിട്ടുന്നില്ല. ഇത് കയറിപ്പോയി. അപ്പം പഗ്മാർക്ക് കിട്ടുന്നില്ല. ഇതിൻ്റെ കാൽപ്പാട് തപ്പിയാണ് നമ്മൾ പോകുന്നത്. നോക്കുമ്പോൾ അത് കാട്ടിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. റോഡ് ക്രോസ് ചെയ്ത് കാട്ടിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ നമ്മൾ നോക്കി. നമ്മൾ ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ട്, ടീം പോകുന്നുണ്ട്, ഫുൾ ടീം പോകുന്നുണ്ട്. ഒരു നിവൃത്തിയില്ല, കാണുന്നില്ല. അങ്ങനെ നമുക്ക് ഇതേപോലെ 2 തരം ഡ്രോൺ ഉപയോഗിക്കും. ഒന്ന് സാധാരണ ഡ്രോണും നമ്മൾ തെർമൽ ഡ്രോൺ എന്ന് പറയും. തെർമൽ ഡ്രോൺ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് ആണ്. അതായത് നമ്മുടെ ഹീറ്റ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ചൂട് നോക്കി ഇത് ഡിറ്റക്റ്റ് ചെയ്യും. ഇപ്പോൾ രാത്രി അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ചുമന്ന മാർക്കായിട്ട് കാണാം. ആനയുടെ രൂപത്തിൽ കാണാം, കടുവയുടെ രൂപത്തിൽ കാണാം. രാത്രി നമ്മളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇതേപോലെ പട്രോളിങ് നടക്കുന്നുണ്ട് നൈറ്റ്. എല്ലാം എല്ലാവരും അലേർട്ടായിട്ടാണ്. കാരണം അറിയാം നമുക്ക് അടുത്തൊരു ആക്സിഡൻറ്റ് നടക്കാൻ പോകാമെന്നുള്ള നമുക്ക് ഉറപ്പായി. അങ്ങനെ നോക്കുന്ന സമയത്താണ് രാത്രി പട്രോളിങ് ടീം ഒരു 2 മണിക്ക് വിളിച്ചു, 2-2:30 വിളിച്ചു പറഞ്ഞു, ഒരു കടുവ ക്രോസ് ചെയ്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞു, റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ടെന്ന്. അപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങി ഓടി വന്നു, വണ്ടിയൊക്കെ എടുത്ത് ഓടി വന്നു. നമ്മളെ ഹോൾ ടീം വന്നു. ഞങ്ങൾക്ക് ഈ കടുവയെ കിട്ടി. അതായത് ഇതിങ്ങനെ ഒരു തിണ്ട് പോലുള്ള റോഡാണ്, മെയിൻ റോഡാണേ. അതായത് ബത്തേരി പുൽപ്പള്ളി റോഡിൻ്റെ കുറച്ച് ഇതായിട്ട് അവിടുന്ന് ഇതിനെ കണ്ടു. ഞങ്ങൾ മയക്കുവെടി വെച്ച് രാത്രിയാണ് ആലോചിക്കുന്നത്. 2 മണിക്ക് ഒരു ഹെഡ്ലാമ്പിൻ്റെ ഇതിൽ മാത്രമാണ് ഷൂട്ട് ചെയ്യുന്നത്, ഡാട്ട് ചെയ്യുന്നത്, മയക്കുവെടി വെക്കുന്നത്. ഡാട്ട് ചെയ്യുന്നതാണ് ഇതിന് പറയാം കേട്ടോ. അപ്പം ഡാട്ട് ചെയ്യുന്നത് നമ്മൾ ബോഡി ഇതൊക്കെ ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് നമ്മൾ ഡാട്ട് ചെയ്തു. ഈ കടുവ കയറി അങ്ങോട്ട് കാട്ടിലേക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇറങ്ങണ്ട. കാരണം എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്. അപ്പം എപ്പോഴും 3-3:15 ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ കടുവയ്ക്ക് നല്ല സെൻസാണ്. അപ്പം നമുക്കത് കൊണ്ടിട്ടിട്ടോ എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം അടിച്ചു, ആനുവൽ അങ്ങോട്ട് കയറിപ്പോയി. നമുക്ക് കൊണ്ടുവന്ന് പോലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്ത സ്ഥിതി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. ടീമിനോട് പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യും, ലൈറ്റ് വന്നിട്ട് നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മൾ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചു. ഇതേ സമയത്ത് തന്നെ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ സമയത്ത്, 20-25 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ഒരു കടുവയുടെ അലർച്ച കേട്ടു. ഈ നിന്ന സ്ഥലത്തിൻ്റെ കുറച്ചപ്പുറത്തുനിന്ന് വലിയൊരു അലർച്ച. അപ്പം നമ്മൾ വിചാരിച്ചു കൊണ്ടിട്ടില്ല, മയക്കൂടി ഇല്ലെങ്കിൽ മയങ്ങേണ്ട സമയമായി. 10-20 മിനിറ്റ് കൊണ്ട് 25 മിനിറ്റ് കൊണ്ട് മയങ്ങിയിട്ടില്ല, കൊണ്ടിട്ടില്ല. കാരണം രാത്രിയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. രാത്രി ഒരിക്കലും നമ്മൾ സാധാരണ ചെയ്യാറില്ല. നമുക്കിവിടെ വേറൊരു ഇതില്ല. കാരണം എന്താ പറയുക,
കടുവയെ രക്ഷിക്കണം, ആൾക്കാരെ പിടിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ. സാധാരണ രാത്രി നമ്മൾ മയക്കുവെടി വെക്കുന്നത് വളരെ വളരെ അപൂർവമായിട്ടുള്ള ഇതുപോലെ സിറ്റുവേഷനിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ തെർമൽ ഡ്രോൺ വെച്ചു. തെർമൽ ഡ്രോൺ വെച്ചപ്പോണ്ട് ഒരു കടുവ ഇങ്ങനെ കയറിപ്പോകുന്നു, കാട്ടിലേക്ക് കയറിപ്പോകുന്നു. അങ്ങനെ ഒരു പുലർച്ചെ 5:45 ചെറിയൊരു ലൈറ്റ് വന്ന സമയത്ത് ഞങ്ങൾ ഇറങ്ങി നോക്കി. ഞങ്ങൾ മയക്കുവെടി വെച്ചതിൻ്റെ 200 മീറ്ററിലപ്പുറത്ത് ഈ കടുവ ചത്ത് കിടക്കുന്നുണ്ട്. ഒരു കടുവ ചത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമെന്ന് പറഞ്ഞാൽ ഇത് മയങ്ങിയിട്ടുണ്ട്, സിറിഞ്ച് ബോഡിയിലുണ്ട്. ഓക്കെ, പുറകിൽ, അതായത് കഴുത്തിൻ്റെ പുറകിൽ ഒരൊറ്റ കടിയുടെ മാർക്കാണ് വേറൊരു കടുവയുടെ. ഒറ്റ കടി, സ്കള്ള് തലയോട്ടി പൊട്ടി, അപ്പം തന്നെ ചാവും. കാരണം ഈ ഏരിയയിലാണ് പിടിക്കുക, ഒറ്റ കടി. അപ്പോൾ നമുക്ക് ആ കൺഫ്യൂഷനായി. അപ്പോൾ ഇന്ന് ഏത് കടുവയാണ് ഈ പോയത്, ഇട്ടിട്ട് പോയത് മനസ്സിലായി. ഇയാൾ അറ്റാക്ക് ചെയ്തിട്ട് കടിച്ചിട്ട് പോയതാണ്. മയങ്ങിക്കിടക്കുന്ന കടുവയെ ഒരു കടി അടിച്ച് അതിൻ്റെ അലർച്ചയാണ് ഞങ്ങൾ കേട്ടത്. അത് പോകുന്ന പോക്കാണ് ഞങ്ങൾ ഡ്രോണിൽ കണ്ടത്. എന്തായാലും നമ്മൾ അനുമാനത്തെത്തി, നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തു, കൊണ്ടുവന്നു. എല്ലാ ടീമിനെയും നമ്മൾ വിളിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് ഇതിപ്പോൾ ആൾക്കാർ പറയാൻ തുടങ്ങി നമ്മൾ വെടിവെച്ച് ഒന്നാന്നുള്ള രീതിയിലൊക്കെ വരാൻ തുടങ്ങി. അപ്പം ക്രൈം കൺട്രോൾ ബ്യൂറോ ഉണ്ട്, അവരെ റെപ്രസെൻറ്റേറ്റീവ് വന്നു, പോലീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്, പഞ്ചായത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്, എല്ലാവരെയും പ്രസൻസിൽ വെച്ചിട്ട് നമ്മളെ വിജിലൻസ് അവരെ പ്രസൻസിൽ വെച്ചിട്ട് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തു. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് ഇവരുടെ ഈ മരിച്ചുപോയ ഈ രാധയുടെ കമ്മലും അവരുടെ മുടിയും അവരുടെ വസ്ത്രത്തിൻ്റെ ഇതൊക്കെ അതിൻ്റെ വയറ്റിൽ നിന്ന് കിട്ടുന്നു, 2 കമ്മലും. ഇത് കണ്ട ഒരു പഞ്ചായത്ത് മെമ്പറുണ്ട്, അവർ ബോധം കെട്ടുപോയി. വളരെ കൃത്യമായിട്ട്. ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റേജ്. അതാണ് മാനീറ്റർ എന്ന് പറയുന്നത്, മനുഷ്യക്കൊല്ലിയ കടുവ. അങ്ങനെ നമുക്ക് 2-3-4 ഇൻസിഡൻറ്റ്സോളം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ വേറെ സംഭവം ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഇതേപോലെ മാനീറ്റർ, അതായത് മനുഷ്യനെ പിടിക്കുന്ന കടുവ, മുത്തങ്ങയുടെ അടുത്ത് നൂൽപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ കാടിൻ്റെ അടുത്ത് വെച്ചൊരു സ്ഥലത്ത് വെച്ച് ഒരാളെ കൊന്നു, ഭക്ഷിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് തമിഴ്നാടാണ്, അവിടേക്ക് കയറി ഗൂഡല്ലൂർ ഒരു സ്ത്രീയെ പിടിച്ചു, കൊന്നു, ഭക്ഷിച്ചു. അപ്പോഴേക്ക് വലിയ അലേർട്ടായി. പിന്നെ തമിഴ്നാട് ഏരിയയിലേക്ക് കയറി. അങ്ങനെ ഗൂഡല്ലൂർ അപ്പുറം വെച്ചിട്ട് ഇത് ലാസ്റ്റ് ഇതിനെ വെടിവെച്ച് കൊല്ലുക ചെയ്യുക. അപ്പോൾ പലപ്പോഴും ഇങ്ങനത്തെ കടുവകളെ വെടിവെച്ച് കൊല്ലാണ്ട് നമുക്ക് വേറൊരു മാനേജ്മെൻറ്റ് പറ്റില്ല. കാരണം അത്രയും ത്രട്ടാണ്. ആൾക്കാരെ കിട്ടിയത് പിടിക്കുകയും ചെയ്യും, കഴിക്കുകയും ചെയ്യും. അത് മാത്രമേ ചെയ്യുള്ളൂ. അതും അതിൻ്റെ ടെക്നിക്കും ഇങ്ങനെയാണ്. അതായത് ആംബുഷ് എന്ന് പറഞ്ഞാൽ ഒളിച്ചിരുന്ന് നിങ്ങളെ സ്റ്റോക്ക് ചെയ്യാന്ന് പറയും. അത് നിങ്ങളെ ഉന്നം വെച്ച് സമയം നോക്കി അടിക്കും. ഇൻവിസിബിൾ ആയിരിക്കും, നിങ്ങൾക്ക് കാണാൻ പോലും പറ്റില്ല. നിങ്ങളുടെ പുറകിൽ ആളുണ്ടെന്ന് നിങ്ങൾ അറിയില്ല. കാരണം ഞങ്ങൾ അത്രയുള്ളൊരു എക്സ്പേർട്ട് ടീമിന് പോലും ഞങ്ങൾക്ക് അറിയുന്നില്ല ഇയാൾ പുറകിലിരുന്ന് ഞങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന്, ഞങ്ങളെ നോക്കുന്നുണ്ട് എന്നുള്ളതും. അത് കൃത്യമായിട്ട് ഒരു പ്ലാനിങ് ഉണ്ടാക്കുകയും ചെയ്യും. ഒരു പശുവിനെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രായം പോലും പറയാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കാണില്ല. ഇതൊക്കെ നമ്മളെ ഒബ്സർവേഷൻസും ഒരുപാട് കാലത്തെ നമ്മളെ ഇതിന് മുകളിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കടുവയാണെങ്കിൽ, കുഞ്ഞു കടുവയാണെങ്കിൽ സാധാരണ കടിക്കുക ചാടി പുറത്ത് കയറിയിട്ട് ഈ കഴുത്തിൻ്റെ കശരുവിൻ്റെ അവിടെ കടിച്ചിട്ട് നമ്മളുടെ സുഷിന എന്ന് പറഞ്ഞാൽ സ്പൈനൽ കോഡ് തകർത്തിട്ട് കൊല്ലുക ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ കാട്ടുപോത്തോ അല്ലെങ്കിൽ ഇതിനുപോലെ കൊമ്പുണ്ട്, ഈ കൊമ്പിൻ്റെ നേരെ വന്നു കഴിഞ്ഞാൽ അതിന് മുറിവ് പറ്റാം. വളരെ പേടിച്ചിട്ടാണ് പുറകെ കൂടെ വന്ന് ചാടി കടിക്കുക ചെയ്യുക. കുറച്ചൊരു പ്രായമുള്ള കടുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ നേരെ വന്ന് ശ്വാസനാളത്തിന് കടിച്ച് തൂങ്ങി ചെയ്യാം. അവിടെ പ്രശ്നമുണ്ട്. അതിന് കാലുകൊണ്ട് ചവിട്ടാം, ഇഞ്ചുറി പറ്റാം. അതിലും സീനിയറായിട്ട് കടുവകളുണ്ട്. ഇത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വന്ന് മൂക്കിൻ്റെ, അതായത് നമ്മളെ ഇതില്ലേ മൂക്കിൻ്റെ നേരെ വന്ന് മസിൽ എന്നാണ് നമ്മൾ പറയാം, ഒരു പിടുത്തം പിടിച്ചിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലുക ചെയ്യും. അതിനെ കുത്തുകൊള്ള, പക്ഷെ അത്രയും മാസീവ് ആയിട്ടുള്ള ഡോമിനൻ്റ് ടൈഗർ ആയിരിക്കും. അതാണ് ഇതിൻ്റെ വ്യത്യാസം. പിന്നെ ഈ കടുവ കടിയുടെ ഈ ഇതിൽ നമ്മൾ കനൈൻ മാർക്ക് എന്ന് നമ്മൾ പറയാം. ഇതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് അളക്കാം, അതിൻ്റെ ഡെപ്ത്ത് നമുക്ക് അളക്കാം, എത്ര ആഴത്ത് പോയിട്ടുണ്ടെന്ന് അളക്കാം. അതിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ആക്രമിച്ച കടുവ എത്ര പ്രായമുണ്ടെന്ന് പോലും നമുക്ക് പറയാൻ പറ്റും. പിന്നെ ആകെയുള്ളൊരു ഇന്ത്യക്കാരൻ ഞാൻ മാത്രമേ ഉള്ളൂ, കറമ്പനും ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം പുള്ളി പറഞ്ഞു എല്ലാവരും നാളെ ഫോമൽ വേണം, സ്യൂട്ട് വേണം, നാളെ ഒരു പ്രത്യേകിച്ച് ഒരാൾ വരുന്നുണ്ടെന്ന്. അപ്പം ഞങ്ങൾ എല്ലാം ഫോമൽസൊക്കെ ആക്കി ചെന്നു. വെയിൻ പൊടിയത്ത് കയറി, ഇങ്ങനെ ഒരു ആംഫി തിയേറ്റർ പോലെ നിൽക്കുന്ന ഒരു ഇതാണ്. പൊടിയത്ത് കയറി പറഞ്ഞു നിങ്ങളാരും ദൈവത്തെ കണ്ടിട്ട് ചോദിച്ചു, ഹാവ് യു സീൻ ഗോഡ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങളെല്ലാം പറഞ്ഞു ഇല്ല. ടുഡേ യു ആർ ഗോയിങ് ടു സീ എ ഗോഡ്.